സ്ത്രീ വിഷയത്തിൽ എങ്ങനെ? ഏത് പെൺകുട്ടിക്കും എന്നെ കണ്ട ഒരു മോഹം തോന്നും. ആറാട്ടണ്ണനൊക്കെ ഇടയ്ക്ക് എന്നെ വിളിക്കാറൊക്കെ ഉണ്ട്. ഒരു നുണ പരിശോധന യന്ത്രമാണ്. ഈ യന്ത്രം ചേച്ചിയുടെ കയ്യിൽ കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് സത്യം പറഞ്ഞാൽ ഇങ്ങനെയും കള്ളം പറഞ്ഞാൽ ഇങ്ങനെയും കാണിക്കുന്നത്. ഇടയ്ക്ക് ആറാട്ടണ്ണൻ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. പക്ഷെ പുള്ളി ഒരു 20 സെക്കൻഡിൽ സംസാരിക്കാറില്ല കേട്ടോ. ഞാൻ കുറച്ച് തിരക്കാം, അങ്ങോട്ട് വിളിക്കാം. വനിതാ വിനിത തിയേറ്ററിൽ സിനിമ കാണാൻ പോവാന്ന് വിചാരിക്കാം. അപ്പൊ ഈ ആറാട്ടണ്ണനൊക്കെ വന്നിട്ട് ചേച്ചി പ്രപ്പോസ് ചെയ്യുന്ന പേടിയുണ്ട്. ആറാട്ടണ്ണനൊക്കെ വന്നിട്ട് ചേച്ചി പ്രപ്പോസ് ചെയ്യുന്ന പേടിയുണ്ടോ? എന്റെ മനസ്സിൽ വേണ്ടാത്ത ഒരൊറ്റ ദുരിതാശങ്ങളും ഇല്ല. ഞാൻ വളരെ മാന്യനാണ്, പരിശുദ്ധനാണ്. സിനിമ ഇറങ്ങിയ ശേഷം അങ്ങനെ പ്രപ്പോസൽ പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ എന്തായിരിക്കും മറുപടി? കഥ ഒരു പുതിയ വഴിത്തിരിവിലേക്ക് ചാടും. അല്ല, എനിക്ക് അങ്ങനെ പുള്ളിയില് റോങ് ആയിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. നല്ല തങ്കപ്പെട്ട മനുഷ്യനാണ് കേട്ടോ. ഞാനതൊക്കെ നിർത്തി. ഈ പുലിവാലൊന്നും പിടിക്കാൻ ഞാനില്ലേ. അതായത് എന്നെ ബുദ്ധിമുട്ടിക്കത്തേ ഇല്ല. ഈശ്വരാധീനം. അതായത് എന്നെ ബുദ്ധിമുട്ടിക്കത്തേ ഇല്ല. പക്ഷെ എനിക്കാണെങ്കിൽ ഈയിടെയായിട്ട് ഓർമ്മശക്തി തീരെയില്ല. ഇടയ്ക്ക് ബുദ്ധിമുട്ടിക്കാറുണ്ട്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. നമ്മൾ എന്തെങ്കിലും പരിപാടിയിലൊക്കെ ഇരിക്കുമ്പോഴാണ് ഫോൺ എടുക്കാൻ പറ്റാറില്ല. അപ്പൊ ഫോൺ എടുത്തില്ലെങ്കിൽ പുള്ളി പിന്നെയും വിളിക്കും. എനിക്ക് അത്യാവശ്യമായിട്ടൊരു ജോലിയുണ്ട്, പോയിക്കോളൂ, പെട്ടെന്ന് പോയിക്കോളൂ. ഞാൻ പിന്നെ ബ്ലോഗൊന്നും ചെയ്യാൻ പോറില്ല കേട്ടോ. എനിക്ക് പാവം തോന്നാറ്. ഇവള് പറഞ്ഞതിലും കാര്യമുണ്ട്. പെണ്ണിന്റെ മനസ്സ് പെണ്ണിനല്ലേ അറിയാവൂ. പ്രേമിക്കുന്ന പെമ്പിള്ളാരെ ഇംപ്രസ് ചെയ്യിക്കാൻ ഇങ്ങനെ ചില നമ്പറുകളൊക്കെ വേണം, എങ്കിലേ നമുക്കൊരു വെയിറ്റ് ഉണ്ടാവുള്ളൂ. ഇടയ്ക്ക് വിളിച്ചിട്ട് ഹലോ, അനാർക്കലി വളരെ സുന്ദരിയാണ്. തന്റെ ദാരിദ്ര്യം ഇതിലായിട്ട് തീർന്നില്ലയോ? അതെ, തനിക്കിപ്പോ എന്താ വേണ്ടേ? അനാർക്കലി വളരെ ബോൾഡാണ്. വളരെ ക്യൂട്ടും ബ്യൂട്ടിഫുൾ ഒക്കെയാണ്. എനിക്കല്പം പ്രേമമുണ്ട്, സൗകര്യമുണ്ട്, വിവാഹം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ആ മല്ലിക എന്ത് പറയുന്നു? നിനക്ക് വല്ല ഭ്രാന്തും ഉണ്ടോടാ? എന്റെ വിഷമം പിന്നെ ഞാൻ ആരോട് പറയും? അപ്പൊ ഓക്കെ, പുള്ളി അങ്ങനെ ഫോൺ വയ്ക്കുന്നു. നാളെ വിളിക്കാം. എന്റെ പൊന്നോ വേണ്ട. ചേച്ചിയെല്ലാം സത്യമായിരുന്നു. അപ്പൊ അതുകൊണ്ട് മെഷീൻ കൊണ്ടുവരണ്ടായിരുന്നു. അയ്യോ, അതിനകത്ത് ആവശ്യമില്ല. ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. എന്റെ കൊച്ചിലോട്ടുള്ള ലൈൻ അതാ. ബാക്കി എന്താണ് കഴിഞ്ഞു? ബാക്കി എന്തോന്ന് കഴിഞ്ഞു? കിട്ടി, പ്രശ്നമൊക്കെ തീർന്നല്ലോ, എല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലോ. പിരിഞ്ഞേ പക്ഷേ